നമസ്കാരം. ഭാരതത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രമെന്ന് അതിൻ്റെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവിൽ എത്തി നിൽക്കുകയാണ്. സ്വാതന്ത്ര്യാനന്തരം പതിറ്റാണ്ടുകളായി നെഹ്റു കുടുംബത്തിൻ്റെ പേരിൽ മാത്രം തളച്ചിട്ടിരുന്ന, മറ്റാർക്കും തകർക്കാൻ കഴിയില്ലെന്ന് കപട ബുദ്ധിജീവികൾ വാഴ്ത്തിപ്പാടിയിരുന്ന ചരിത്ര റെക്കോർഡുകളെല്ലാം ഇന്ന് ജനകോടികളുടെ ഹൃദയത്തിലൊപ്പിട്ട ഒരൊറ്റ ജനനായകന് മുന്നിൽ തകർന്നടിഞ്ഞിരിക്കുന്നു. 2026 ജൂൺ 10 എന്ന ഈ ദിവസം ഭാരത ജനാധിപത്യത്തിൻ്റെ ചരിത്രത്തിൽ സുവർണ ലിപികളാൽ രേഖപ്പെടുത്തും. തുടർച്ചയായി 4399 ദിവസങ്ങൾ പ്രധാനമന്ത്രി പദവിയിൽ പൂർത്തിയാക്കിക്കൊണ്ട് ഭാരതത്തിലെ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി ഭരിച്ച ജനാധിപത്യ പ്രധാനമന്ത്രി എന്ന മഹാപദവി ഇനി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിക്ക് സ്വന്തം. കോൺഗ്രസിൻ്റെ ഒന്നാമത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ 4398 ദിവസത്തെ റെക്കോർഡാണ് മോദിജി ഇന്ന് മറികടന്നത്. ഇത് വെറുമൊരു ഔദ്യോഗിക കണക്കോ കലണ്ടറിലെ ദിവസങ്ങളോ അല്ല. കോൺഗ്രസ് കാലങ്ങളായി താലോലിച്ച കുടുംബവാഴ്ച അഹങ്കാരത്തിന്മേലുള്ള വികസനത്തിൻ്റെ കനത്ത മുദ്രയാണ്. ലൂത്യൻസ് ഡൽഹിയിലെ കൊട്ടാര സദസ്സുകളിലിരുന്ന് വിദേശ ശക്തികളുടെ പിൻബലത്തോടെ ഭാരതത്തെ നിയന്ത്രിച്ച ഒരു ഭരണവർഗത്തിൻ്റെ അന്ത്യമാണ് ഈ 4399 ദിവസത്തിലൂടെ പൂർത്തിയാകുന്നത്. ഒരു ചായക്കടക്കാരൻ്റെ മകനായി ജനിച്ച് യാതൊരുവിധ രാഷ്ട്രീയ പാരമ്പര്യമോ ഗോഡ്ഫാദർമാരോ ഇല്ലാതെ കേവലം സ്വന്തം അധ്വാനവും മാതൃഭൂമിയോടുള്ള അചഞ്ചലമായ ഭക്തിയും മാത്രം കൈമുതലാക്കി വളർന്നു വന്ന ഒരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകൻ ഇന്ന് നെഹ്റു കുടുംബത്തിൻ്റെ തലപ്പത്തിരുന്നവരുടെ റെക്കോർഡുകൾ ഒന്നൊന്നായി തകർത്തെറിയുമ്പോൾ അത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിൻ്റെ യഥാർത്ഥ വിജയമായി മാറുന്നു. 1952 ആദ്യ പൊതുതിരഞ്ഞെടുപ്പിനു ശേഷം ജവഹർലാൽ നെഹ്റു രാജ്യത്തിൻ്റെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനമന്ത്രിയായി 4398 ദിവസങ്ങളാണ് തുടർച്ചയായി ഭരിച്ചത്. അതിനു മുൻപുള്ള കാലം ഒരു താൽക്കാലിക ഇടക്കാല സർക്കാർ മാത്രമായിരുന്നു. കോൺഗ്രസ് ചരിത്രകാരന്മാർ എക്കാലവും ഈ ഭരണകാലയളവിനെ ചൂണ്ടിക്കാട്ടി ഭാരതം എന്നാൽ ഒരു പ്രത്യേക കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ നെഹ്റു കുടുംബത്തിൻ്റെ സ്വന്തമാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ജനവിശ്വാസത്തിൻ്റെ കരുത്ത് എന്താണെന്ന് കാണിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ഇന്ന് ആ ചരിത്രത്തെ തിരുത്തിക്കുറിച്ചു. മുമ്പ് ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും നീണ്ട തുടർച്ചയായ ഭരണം 4077 ദിവസങ്ങൾ മാത്രമായിരുന്നു. 1966, 1977 കാലഘട്ടം. ആ റെക്കോർഡ് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ മോദിജി കടപുഴക്കി എറിഞ്ഞിരുന്നു. ഇന്ന് നെഹ്റുവിൻ്റെ റെക്കോർഡും പഴങ്കഥയായതോടെ കോൺഗ്രസിൻ്റെ ഈ രാഷ്ട്രീയ അജണ്ടകളുടെ വേരുകളാണ് അറ്റുപോകുന്നത്. ഇടതുപക്ഷ ലിബറൽ മാധ്യമങ്ങൾ എക്കാലവും മോദിജിക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ പോലും കള്ളപ്രചാരണങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ജനാധിപത്യത്തിൽ ജനങ്ങളാണ് ഈശ്വരനെന്ന് വിശ്വസിക്കുന്ന BJPയുടെ രാഷ്ട്രീയ ശൈലിക്ക് മുന്നിൽ ആ അജണ്ടകളെല്ലാം കരിഞ്ഞുപോയി. ജനങ്ങൾ ഓരോ തവണ പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോഴും കൂടുതൽ കരുത്തോടെ മോദിജിയെ നെഞ്ചിലേറ്റുന്ന കാഴ്ചയാണ് രാജ്യം കണ്ടത്. വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനും പ്രീണന രാഷ്ട്രീയത്തിനും മുകളിൽ വികസനത്തിൻ്റെയും ദേശീയതയുടെയും രാഷ്ട്രീയം പ്രതിഷ്ഠിക്കാൻ മോദിജിക്ക് കഴിഞ്ഞു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തുടർച്ചയായി ഭരണ കാലയളവ്. 2014 മെയ് 26 ഭാരതത്തിൻ്റെ ഭാഗധേയം മാറ്റിക്കുറിച്ചുകൊണ്ട് നരേന്ദ്രമോദിജി ആദ്യമായി രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. അന്ന് മുതൽ ഇന്ന് വരെയുള്ള 12 വർഷക്കാലം ഭാരതം കണ്ടത് സമാനതകളില്ലാത്ത വികസന കുതിപ്പാണ്. കോൺഗ്രസ് ഭരണകാലത്ത് ഫയലുകളിൽ മാത്രം ഒതുങ്ങിയിരുന്ന വികസന പദ്ധതികൾ വരും ദിവസങ്ങളിൽ ജനങ്ങളിലേക്ക് നേരിട്ടെത്തുന്ന അത്ഭുതത്തിനാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ ഭാരതത്തിലെ 25 കോടിയിലധികം ജനങ്ങളെയാണ് മോദി സർക്കാർ വിവിധ പദ്ധതികളിലൂടെ ദാരിദ്ര്യരേഖയ്ക്ക് മുകളിലേക്ക് ഉയർത്തിയത്. സൗജന്യ റേഷൻ പദ്ധതിയായ പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജനയിലൂടെ രാജ്യത്തെ 80 കോടി ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഈ ഭരണത്തിന് സാധിച്ചു. കോൺഗ്രസ് ഭരണകാലത്ത് ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം വിളിച്ച് ജനങ്ങളെ പറ്റിച്ചവർക്കുള്ള കനത്ത മറുപടിയാണിത്. ലോകം മുഴുവൻ ഇന്ന് അത്ഭുതത്തോടെ നോക്കുന്ന UPI സാങ്കേതികവിദ്യയും ഡിജിറ്റൽ മാതൃകയും ഗ്രാമാന്തരങ്ങളിൽ എത്തിക്കാൻ മോദിജിയുടെ ദീർഘവീക്ഷണത്തിന് സാധിച്ചു. ഇന്ന് ഭാരതത്തിലെ ഒരു സാധാരണ തെരുവ് കച്ചവടക്കാരൻ പോലും ഡിജിറ്റൽ ഇടപാടുകൾ നടത്തുമ്പോൾ പാശ്ചാത്യ രാജ്യങ്ങൾ പോലും നമ്മുടെ സാങ്കേതിക വിദ്യ കടമെടുക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഭാരതത്തിലെ റെയിൽവേ സംവിധാനത്തെ ആകെ മാറ്റിമറിച്ച വന്ദേ ഭാരത് ട്രെയിനുകൾ, രാജ്യത്തിൻ്റെ എല്ലാ കോണുകളെയും ബന്ധിപ്പിക്കുന്ന ലോകോത്തര എക്സ്പ്രസ് ഹൈവേകൾ, പുതിയ വിമാനത്താവളങ്ങൾ എന്നിവയിലൂടെ ഭാരതത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറിക്കഴിഞ്ഞു. 2014 മുൻപ് മെല്ലെ പോക്കിലായിരുന്ന റോഡ് നിർമ്മാണം ഇന്ന് പ്രതിദിനം കിലോമീറ്ററുകൾ എന്ന വേഗതയിലാണ് കുതിച്ചുയരുന്നത്. കോൺഗ്രസ് ഭരണകാലത്ത് അതിർത്തികളിൽ ശത്രുരാജ്യങ്ങൾ വന്ന് സൈനികരുടെ തലയറുക്കുമ്പോൾ ഡൽഹിയിലിരുന്ന് അപലപിക്കാനും ഐക്യരാഷ്ട്രസഭയിൽ പരാതി നൽകാനും മാത്രമേ അന്നത്തെ ഭരണാധികാരികൾക്ക് കഴിഞ്ഞിരുന്നുള്ളൂ. ആഭ്യന്തര സുരക്ഷ പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു. രാജ്യത്തിൻ്റെ പ്രമുഖ നഗരങ്ങളിലെല്ലാം ബോംബ് സ്ഫോടനങ്ങൾ പതിവ് കാഴ്ചയുമായിരുന്നു. എന്നാൽ 2014 മോദിജി അധികാരമേറ്റതോടെ കഥയാകെ മാറി. ആഭ്യന്തര സുരക്ഷയിൽ വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിച്ചതോടെ രാജ്യത്തിനകത്തെ ഭീകരാക്രമണങ്ങൾ പൂർണ്ണമായും ഇല്ലാതായി. അതിർത്തി കടന്ന് ഭീകരത പടർത്താൻ ശ്രമിച്ച പാകിസ്ഥാന് നമ്മൾ നൽകിയ മറുപടികൾ ചരിത്രമാണ്. ഉറിയിലും ബാലക്കോട്ടിലും നമ്മൾ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കുകൾ പുതിയ ഭാരതത്തിൻ്റെ
നയം എന്താണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ശത്രുക്കൾ ഇങ്ങോട്ട് ആക്രമിച്ചാൽ അവരുടെ മണ്ണിൽ കയറി തിരിച്ചടിക്കാൻ പുതിയ ഭാരതത്തിന് അറിയാം. അതുപോലെ തന്നെ ചൈനയുടെ കടന്നുകയറ്റ ശ്രമങ്ങളെ ഗാൽവാനിലും ഡോക്ലാമിലും നമ്മുടെ ധീര സൈനികർ നെഞ്ചുറപ്പോടെ നേരിട്ടത് മോദിജി നൽകിയ പൂർണ്ണമായ പ്രവർത്തന സ്വാതന്ത്ര്യം കൊണ്ട് തന്നെയാണ്. ഇന്ന് അതിർത്തികളിൽ അത്യാധുനിക ആയുധങ്ങളും റോഡുകളും യുദ്ധവിമാനങ്ങളും സജ്ജമാക്കി ഭാരതം ശത്രുക്കൾക്ക് മുൻപിൽ ഒരു ഇരുമ്പ് കോട്ടയായി നിലകൊള്ളുകയാണ്. നരേന്ദ്ര മോദിജിയുടെ ഭരണം ഭാരതത്തിന് കേവലം സാമ്പത്തിക വികസനം മാത്രമല്ല സമ്മാനിച്ചത്, നൂറ്റാണ്ടുകളായി അടിമത്തത്തിൻ്റെ കരിനിഴലിൽ ഒളിച്ചുപോയ ഭാരതീയ സംസ്കാരത്തിൻ്റെ വലിയൊരു പുനരുദ്ധാരണമാണ്. കോൺഗ്രസ് ഭരണകൂടങ്ങൾ വോട്ട് ബാങ്കിന് വേണ്ടി ഹിന്ദു സംസ്കാരത്തെയും സനാതനധർമ്മത്തെയും തരംതാഴ്ത്താൻ ശ്രമിച്ചപ്പോൾ മോദിജി ആ സംസ്കാരത്തെ ലോകത്തിൻ്റെ നെറുകയിൽ പ്രതിഷ്ഠിച്ചു. 500-ലധികം വർഷങ്ങളായി കോടിക്കണക്കിന് ഹിന്ദുക്കൾ കാത്തിരുന്ന അയോധ്യയിലെ ഭവ്യമായ ശ്രീരാമക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും പ്രാണപ്രതിഷ്ഠയും സാധ്യമാക്കിയത് മോദിജിയുടെ ദൃഢനിശ്ചയമാണ്. നിയമപരമായ തടസ്സങ്ങളെല്ലാം നീക്കി രാജ്യം ഒരൊറ്റ മനസ്സായി മാറിയ ആ നിമിഷം ഭാരതീയ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ്. കാശി വിശ്വനാഥ ക്ഷേത്രവും ഉജ്ജയിനിയിലെ മഹാകലേശ്വർ ക്ഷേത്രവും പുനരുദ്ധരിച്ച് ലോകോത്തര തീർത്ഥാടക കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ഈ ഭരണത്തിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഭാരതത്തിൻ്റെ പവിത്രമായ യോഗ സംസ്കാരത്തെ അന്താരാഷ്ട്ര യോഗാ ദിനത്തിലൂടെ ലോകമെമ്പാടും എത്തിക്കാൻ മോദിജിയുടെ നയതന്ത്രത്തിന് സാധിച്ചു. ഭാരതത്തിൻ്റെ കിരീടമായ ജമ്മു കാശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് അകറ്റി നിർത്തിയിരുന്ന ആർട്ടിക്കിൾ 370 ഒരൊറ്റ രാത്രി കൊണ്ട് റദ്ദാക്കിക്കൊണ്ട് ഒരു രാജ്യം ഒരു നിയമം ഒരു ചിഹ്നം എന്ന ശ്യാമപ്രസാദ് മുഖർജിയുടെ സ്വപ്നം മോദിജിയും അമിത്ഷാജിയും ചേർന്ന് യാഥാർത്ഥ്യമാക്കി. ഇന്ന് കാശ്മീരിൽ ത്രിവർണ്ണ പതാക വാനോളം ഉയർന്നു പറക്കുമ്പോൾ അത് വിഘടനവാദികൾക്കേറ്റ കനത്ത പ്രഹരമാണ്. കോൺഗ്രസ് കാലത്ത് വിദേശ രാജ്യങ്ങൾക്ക് മുൻപിൽ കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ലോകത്തെ നിയന്ത്രിക്കുന്ന വൻശക്തിയുടെ പട്ടികയിലേക്ക് ഭാരതം ഉയർന്നിരിക്കുന്നു. ഇന്ന് അമേരിക്കയായാലും റഷ്യയിലായാലും ആഗോളതലത്തിൽ ഏതൊരു പ്രധാന തീരുമാനമെടുക്കണമെങ്കിലും ഭാരതത്തിൻ്റെ നിലപാട് എന്താണെന്ന് നോക്കുന്ന അവസ്ഥയിലേക്ക് രാജ്യത്തിൻ്റെ അന്താരാഷ്ട്ര പദവി ഉയർന്നു. G20 ഉച്ചകോടി ഭാരതത്തിൻ്റെ മണ്ണിൽ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമായി മാറ്റിയപ്പോൾ ലോക നേതാക്കൾ ഒന്നടങ്കം മോദിജിയുടെ നേതൃപാടവത്തെ കൈയടിച്ച് അഭിനന്ദിച്ചു. റഷ്യ ഉക്രൈൻ യുദ്ധവേളയിൽ ഇരു രാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി സംസാരിച്ച് യുദ്ധം നിർത്തിവെപ്പിക്കാനും അവിടെ കുടുങ്ങിക്കിടന്ന 10,000-കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളെ ത്രിവർണ്ണ പതാകയുടെ തണലിൽ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനും മോദിജിക്ക് കഴിഞ്ഞു. 30-ലധികം വിദേശ രാജ്യങ്ങളാണ് അവരുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതികൾ നൽകി മോദിജിയെ ആദരിച്ചത്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയനായ നേതാവായി അന്താരാഷ്ട്ര സർവേകളിൽ ഇന്നും 1-ാം സ്ഥാനത്ത് തുടരുന്നത് നരേന്ദ്രമോദിജി മാത്രമാണ്. ഇടതുപക്ഷ കോൺഗ്രസ് സഖ്യങ്ങളും ചില വിദേശ ലോബികളും കഴിഞ്ഞ 12 വർഷമായി മോദിജിയെ തകർക്കാൻ വേണ്ടി പടച്ചുവിടാത്ത വ്യാജ അജണ്ടകളില്ല. രാജ്യത്ത് അസഹിഷ്ണുതയാണെന്നും ജനാധിപത്യം അപകടത്തിലാണെന്നും ഇരവാദമുയർത്തി അവർ അന്താരാഷ്ട്ര തലത്തിൽ പോലും ഭാരതത്തെ നാണം കെടുത്താൻ ശ്രമിച്ചു. ഇവിടുത്തെ വികസനങ്ങൾ കാണാതെ വോട്ട് ബാങ്ക് രാഷ്ട്രീയവും പ്രീണനവും കളിച്ച് രാജ്യത്തെ CAA, NRC എന്നിവയുടെ പേരിൽ കലാപങ്ങൾ ഉണ്ടാക്കാനാണ് അവർ നോക്കിയത്. എന്നാൽ ഈ കള്ളപ്രചാരണങ്ങളെയെല്ലാം ഭാരതത്തിലെ പ്രബുദ്ധരായ ജനങ്ങൾ തുടർച്ചയായി പോളിംഗ് ബൂത്തുകളിൽ തല്ലിത്തകർത്ത ചരിത്രമാണ് നമ്മൾ കണ്ടത്. ഈ രാജ്യത്തെ കർഷകരും സ്ത്രീകളും യുവാക്കളും മോദിജിയുടെ വികസന നയങ്ങളിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ചു. പ്രതിപക്ഷം എത്രത്തോളം ചെളിവാരി എറിയുന്നു അത്രത്തോളം താമര വിരിയുമെന്ന യാഥാർത്ഥ്യമാണ് ഡൽഹിയിൽ ഇന്ന് കാണുന്നത്. ജനങ്ങളുടെ വിശ്വാസം ഒരൊറ്റ നേതാവിൽ മാത്രം അർപ്പിക്കപ്പെടുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കുത്സിത ശ്രമങ്ങൾ എങ്ങനെ പൊളിഞ്ഞു പോകുമെന്നതിൻ്റെ തെളിവാണ് 4399 ദിവസത്തെ ഈ സുസ്ഥിര ഭരണം. 2014-ൽ മോദിജി അധികാരം ഏറ്റെടുക്കുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയിൽ തകർച്ച നേരിടുന്ന 5 രാജ്യങ്ങളുടെ കൂട്ടത്തിലായിരുന്നു ഭാരതം. അഴിമതിയും കള്ളപ്പണവും കാരണം രാജ്യം സാമ്പത്തികമായി തകർന്നിരുന്നു. എന്നാൽ മോദിജിയുടെ ശക്തമായ സാമ്പത്തിക പരിഷ്കാരങ്ങൾ ഭാരതത്തെ ലോകത്തിൻ്റെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി ഉയർത്തി. മേക്ക് ഇൻ ഇന്ത്യ, ആത്മനിർഭർ ഭാരത് പദ്ധതികളിലൂടെ വിദേശ ഇറക്കുമതി കുറയ്ക്കാനും ഇന്ത്യ ഒരു ആഗോള ഉൽപ്പാദന ഹബ്ബാക്കി മാറ്റാനും സാധിച്ചു. ഇന്ന് ആപ്പിൾ, സാംസങ് തുടങ്ങിയ ആഗോള ഭീമന്മാർ ഇന്ത്യയിൽ വന്ന് ഫാക്ടറികൾ സ്ഥാപിച്ച് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നു. പ്രതിരോധ രംഗത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം നമ്മൾ സ്വന്തമായി യുദ്ധവിമാനങ്ങളും മിസൈലുകളും വിമാനവാഹിനി കപ്പലുകളും നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന അവസ്ഥയിലേക്ക് ഭാരതം വളർന്നു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ തന്നെ ഭാരതം ലോകത്തിലെ 3ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഈ സുസ്ഥിര ഭരണത്തിൻ്റെ ഉറപ്പാണ്. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയും വ്യക്തമാക്കിയതുപോലെ മോദിജിയുടെ ഈ 12 വർഷത്തെ ഭരണ നേട്ടങ്ങൾ ഭാരതത്തിൻ്റെ ചരിത്ര സുവർണ ലിപികളാൽ എഴുതപ്പെടും. നെഹ്റുവിൻ്റെ റെക്കോർഡുകൾ തകർത്തത് കേവലം വ്യക്തിപരമായ ഒരു നേട്ടം മാത്രമല്ല, ഭാരതീയരുടെ ആത്മാഭിമാനത്തിൻ്റെ വീണ്ടെടുപ്പ് കൂടിയാണ്.
2047 ഭാരതം സ്വാതന്ത്ര്യത്തിൻ്റെ ശതാബ്ദി ആഘോഷിക്കുമ്പോൾ രാജ്യത്തെ ഒരു പൂർണ്ണ വികസിത സൂപ്പർ പവറാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടെയാണ് മോദിജി മുന്നോട്ട് പോകുന്നത്. ഈ ചരിത്ര മുഹൂർത്തം ഓരോ BJP പ്രവർത്തകനും ഓരോ ഭാരതീയനും ഒരുപോലെ അഭിമാനിക്കാവുന്ന നിമിഷം കൂടിയാണ്. ഭാരതത്തിൻ്റെ ഈ അജയ്യനായ ജനനായകന് കീഴിൽ രാജ്യം ഇനിയും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. തങ്ങളെ അടിമകളാക്കി ഭരിച്ച ഒരു കുടുംബത്തിൻ്റെ ഓർമ്മകളിൽ നിന്ന് ഭാരതം പൂർണ്ണമായി മോചിതമായിരിക്കുന്നുവെന്ന് പ്രഖ്യാപിക്കുന്നതാണ് ഈ 4399 ദിവസങ്ങൾ. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണ്ണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.